إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി അള്ളാഹുവിൻ്റെ വിലക്കുകൾ യഥാക്രമം പാലിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ലോകത്ത് വളരെയധികം ആഘോഷങ്ങളുമായി കഴിഞ്ഞുകൂടാ എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആഘോഷങ്ങൾ മാത്രമാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഗെറ്റ് ടുഗദറുകൾ, അതേപോലെ തന്നെ വിവാഹങ്ങൾ, നിക്കാഹിൻ്റെ സദസ്സുകളൊക്കെ ഇപ്പം വലിയ ആഘോഷത്തിൻ്റെ സദസ്സുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? മരണത്തെയും അതേപോലെ തന്നെ ജീവിതത്തെയും ഒക്കെ അള്ളാഹു എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാകാതെ പോയിരിക്കുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, അതായത് മൗത്തിനെയും ഹയാത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവൃത്തികൾ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്, എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഏറ്റവും നല്ല പ്രവൃത്തിയാണോ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? എല്ലാ ദിവസവും നാം രാവിലെ ഉറങ്ങി എണീക്കുന്നു, രാത്രിയാകുന്നു. ഈ ഒരു കാലയളവിൽ നാം ഏറ്റവും നല്ല പ്രവൃത്തികളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തികളിൽ ആയിക്കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുകയാണോ എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകൾ, അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ, അതേപോലെ തന്നെ നമ്മൾ കൂടിച്ചേരുന്ന സദസ്സുകൾ, ഇതൊക്കെ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സദസ്സുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകൾ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ സദസ്സിൽ പോലും നാം പോയി കഴിഞ്ഞാൽ നിക്കാഹിൻ്റെ മുമ്പ് പാട്ട്, നിക്കാഹിൻ്റെ മുമ്പ് മ്യൂസിക്കോട് കൂടിയുള്ള പാട്ട്, നിക്കാഹിന് ഒരു ഇൻ്റർവെല് പോലെ നിക്കാഹിന് കുറച്ച് സമയം വെച്ച് കൊടുക്കും, ആ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും പാട്ടാണ്. അപ്പോൾ ഫുൾ ടൈം പാട്ടും, നിക്കാഹിൻ്റെ സമയം മാത്രം കുറച്ച് നേരം പാട്ട് ഓഫ് ആക്കും. അതും ഇനി കുറച്ച് കഴിഞ്ഞാൽ വിത്ത് മ്യൂസിക് നിക്കാഹെല്ലാം കാണാൻ, ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹറാം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണോ ജനങ്ങൾക്ക്? മ്യൂസിക് ഹറാമാണെന്നുള്ളത് അധികം ഏകദേശം എല്ലാ ആളുകൾക്കും അറിയാം. അതായത് സുന്നികൾക്കും അറിയാം, സലഫികൾക്കും അറിയാം, എല്ലാവർക്കും. സലഫികളിൽപ്പെട്ട ചില ഹദീസ് നിഷേധികൾ മാത്രമാണ് മ്യൂസിക് ഹലാലാണെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുള്ളൂ. അത് തന്നെ മ്യൂസിക്കിലുള്ള അശ്ലീലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണെന്നേ അവർ പറയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സദസ്സുകളാണ് നമ്മൾ എപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ട് ഈ വിവാഹ സദസ്സുകൾ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലെ അവസ്ഥ എന്താണ്? രാവിലെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ മൊബൈലാണ്. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും മൊബൈൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മയും ഉപ്പയും വെക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾ വന്ന് ചോദിക്കും. അവരുടെ മൊബൈൽ നമ്മുടെ കയ്യിൽ വെക്കാൻ തന്നത് മാതിരിയുള്ള ചോദ്യമാണ് ചോദിക്കാൻ. അവരുടെ കുട്ടികളുടെ മൊബൈൽ നമുക്ക് വെക്കാൻ തന്നിട്ടുള്ളത് പോലെയാണ് അവരുടെ ചോദ്യം. അവർ വന്ന് ചോദിക്കാണ്, നമുക്ക് മൊബൈൽ വേണം, നിങ്ങൾ കാണുന്നില്ല മൊബൈൽ, നമ്മളും കാണട്ടെ, നമ്മൾ കളിക്കട്ടെ, നമ്മൾ ഗെയിം കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിരുന്ന് പിടിച്ചേറ്റ് വാങ്ങിക്കൊണ്ടുപോകാണ് കുട്ടികൾ. എന്തെങ്കിലും നമ്മൾ തെരുവിലാണെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഷാഡിയും പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറേ തർക്കിക്കും, പിന്നെ കുറേ കുൽമാലാക്കും, എന്നിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയിലെത്തിക്കും.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നത്. പണ്ടത്തെ പോലുള്ള ഖുർആൻ ഓത്തുകളോ അല്ലെങ്കിൽ ദുആ ദിക്റുകളൊന്നും വീട്ടിലില്ല. പണ്ടൊക്കെ വീട്ടിൽ മഗ്‌രിബിനും ഇശാഇനും ഇടയ്ക്ക് ഖുർആൻ ഓത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഫുൾ ടൈം മൊബൈലാണ്, പിന്നെ TV ആണ്, സീരിയലാണ്, സിനിമയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. നമ്മൾ സെൽഫികളുടെ ഒരു കൂട്ടായ്മയിലും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലും നടന്നു പോകുന്നതുകൊണ്ട് നമുക്കിതൊന്നും തിരിയുന്നില്ലാതേ ഉള്ളൂ. അതേ സ്ഥാനത്ത് നമുക്ക് പുറത്തുള്ള ഒരു ചുറ്റുപാടിൽ ഇതൊക്കെ വളരെ സർവ്വസാധാരണമായി നടന്നു വരുന്ന സംഗതികളാണ്. അപ്പോൾ നമ്മുടെ സമുദായം എങ്ങോട്ടേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഹലാലും ഹറാമിൻ്റെയും വിഷയം ഇതാണ്. ഇനി അഖീദ വിഷയം നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. അദ്വൈതവാദങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്നത്. നമ്മുടെ പണ്ഡിത വേഷധാരികളായിട്ടുള്ള ആളുകൾ അദ്വൈതവാദം, അതേപോലെ തന്നെ ഇനിഷ്യലുള്ള ഇലാഹുകൾ, അതായത് CM മടവൂരാണ് മയവേൽപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അഖീദപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വളരെ മോശമായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഹറാമിനോടൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു അറപ്പോ വെറുപ്പോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഹറാമാണെന്നുള്ളത് നമ്മുടെ ഈ ചുറ്റുപാടിലുള്ള ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. അവർ തന്നെ കല്യാണം നടത്തുമ്പോൾ ട്രിപ്പിൾ ഡ്രമ്മൊക്കെ വെച്ചിട്ട് മ്യൂസിക്കോട് കൂടിയാണ് കല്യാണം നടത്തുന്നത്. അപ്പോൾ കല്യാണം ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താണ്? അതൊരു വല്ലാത്തൊരു മോശമായിട്ടുള്ളൊരു വേദിയായി മാറിയിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു വേദിയായിട്ട് മാറിയിട്ടുണ്ട് കല്യാണം. അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഇറങ്ങേണ്ട ഒരു സന്ദർഭമാണത്. ആ ഒരു സന്ദർഭത്തിലാണ് ലാനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംഗീത ഹറാമായ മ്യൂസിക് വെച്ചുകൊണ്ട് ഒരു മനുഷ്യനിക്ക്, ഒരു ദീനിയായി നടക്കുന്ന ഒരു മനുഷ്യനിക്ക് ആ സദസ്സിലേക്ക് പോകാൻ കഴിയില്ല. നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് ആലോചിച്ചിട്ടാണ് അവിടെ പോകാൻ? നമുക്ക് കുടുംബക്കാരൊക്കെ കാണാം, അവരുമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടായി. നമ്മൾ കയറി ചേരുന്നേരം തന്നെ ആളുകൾ നോക്കാൻ, ഇത് നിങ്ങൾക്കൊന്നും പറ്റിയ സദസ്സില്ലാതെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നുള്ള നിലക്കാണ് ആളുകൾ നോക്കാം. വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പോലത്തെ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മളങ്ങോട്ട് പോയാൽ തന്നെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പോയിക്കൂടെ, നമുക്കിവിടെ കുറേ പരിപാടി ഉണ്ട് എന്നുള്ള നിലക്കാണ് പിന്നെ അടുത്ത അവരുടെ നിലപാട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഹറാമുകൾ പ്രവർത്തിക്കാനും ഹറാമിൽ ആയി തുള്ളിച്ചാടുവാനും വേണ്ടിയിട്ടാണ്. പാട്ടുകൾ മാത്രമല്ല, നല്ല ഡാൻസിൽ ആണും പെണ്ണും എല്ലാം കലർന്നു കൊണ്ടിട്ടുള്ള ഡാൻസുകൾ വരെ ഇപ്പം നടക്കുന്നുണ്ട്. സ്റ്റേജിൽ ആണും പെണ്ണും എല്ലാം കലർന്നുകൊണ്ട് പാട്ടും വെച്ച് ഡാൻസ് കളിക്കുന്ന വേദികൾ വരെ ഇപ്പോൾ കല്യാണ വീടുകളിലുണ്ട്. അവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു ഇസ്ലാം മതമാണെന്ന് വരെ നമുക്ക് തോന്നി. ഇപ്പോൾ ഒരു തറവാട് മതമാണ്. തറവാട് മതത്തിൽ എന്താണ്? ആ തറവാടിലുള്ള എല്ലാ ആണും പെണ്ണും ആങ്ങളെയും പെങ്ങളുമാണ്. ആ തറവാടിലുള്ള അവിടെ മഹ്റമിൻ്റെ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. തോളിൽ കൈയിട്ടിട്ട് വരെ പോകും. അളാമാൻ്റെ മോന്, മൂത്തമാൻ്റെ മോള് എല്ലാം തോളിൽ കൈയിട്ടിട്ട് വരെ പോകും. അങ്ങനെയുള്ള അവർക്കായി പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളാണ്. ഈ മരുമക്കത്തായം തറവാട് മതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവർ വലിയ കുട്ടികളും ആണുങ്ങളും ഇരുന്ന് വർത്താനം പറയും, സംസാരിക്കും, കൊഞ്ചും എല്ലാം ചെയ്യും. പക്ഷേ എന്താണ്? അതെല്ലാം ആംഗ്ലയും പെങ്ങളും എന്നുള്ള നിലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആംഗ്ലയും പെങ്ങളും ഒന്നുമില്ല. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളും അതേപോലെ തന്നെ ഉപ്പാൻ്റെ അനിയത്തിൻ്റെ മക്കളിൽ നമ്മൾ അന്യസ്ത്രീകളോട് എന്തൊരു നിയമമാണ് നമ്മൾ പാലിക്കുന്നത്, ആ നിയമങ്ങൾ തന്നെയാണ് അവരോടും പാലിച്ചു പോരേണ്ടത്. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, മിക്സഡ് സ്കൂളുകളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കാണുന്ന സിനിമയും സീരിയലെല്ലാം പ്രാക്ടിക്കലാക്കാനുള്ള ഒരു വേദിയായി മാറിയിരിക്കുകയാണ് സ്കൂളുകൾ. അവിടെ മിക്സഡ് സ്കൂളുകളാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മിക്സഡായിട്ട് അവരുടെ കാര്യങ്ങളും അവരുടെ കഥ പറയലും അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കലും എല്ലാം നടന്നുകൊണ്ട് പോരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളുകളുടെ സ്ഥിതി. വീടുകളുടെ സ്ഥിതിയും എന്താണ്? ഏകദേശം അതുപോലെ തന്നെ ആയിട്ടുണ്ട്. രാവും പാലും മൊബൈലിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ മരണവും എൻ്റെ ജീവിതവും എല്ലാം അള്ളാഹുവിനാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് എൻ്റെ മരണവും ജീവിതവും എല്ലാം നമ്മൾ ഫുള്ളായിട്ട് ഏതിലേക്കാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ദുനിയാവിന് വേണ്ടി ഇങ്ങനെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീനിപരമായിട്ടുള്ള ഒരു പഠനവും ഇല്ല. അതേപോലെ തന്നെ ദീനിപരമായിട്ടുള്ള ഒന്നും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കലും ഇല്ല. ഇപ്പോൾ പള്ളികളെല്ലാം കണ്ടെങ്കിൽ നമുക്ക് വയസ്സായ ആളുകളുണ്ടാവും, മധ്യവയസ്കന്മാരുണ്ടാവും, യുവാക്കളില്ല, കുട്ടികളില്ല. നെക്സ്റ്റ് ജനറേഷൻ പള്ളിയിലേക്കില്ല. ഇനിയിപ്പോൾ ജുമാ വരെ ഒഴിവാക്കിയിട്ട് അവിടെ മുക്കിലും മൂലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പരണ്ടിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാം. അത് പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും മോശമായ ഒരു അവസ്ഥയിലേക്ക് നെക്സ്റ്റ് ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ജനറേഷൻ പള്ളിയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? അധികമായി നമ്മൾ ദുനിയാവിലേക്ക്, നമ്മൾ ജീവിക്കുന്നത് തന്നെ ദുനിയാവിന് വേണ്ടിയാണോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പരലോകം എന്നുള്ള ആഖിറത്ത് എന്നുള്ള ഒരു കാര്യം തന്നെ നമ്മളെ അജണ്ടയിൽ ഇല്ല. ആ രീതിയിലാണ് ഇപ്പം ദുനിയാവ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമൂഹവും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ദീനിയായിട്ടുള്ള ഒരു സെറ്റപ്പിൽ ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവരും നല്ല ദീനിയായിട്ട് ജീവിക്കുന്നതെന്ന് ചിലപ്പം തോന്നിപ്പോവും. പക്ഷെ അങ്ങനെയല്ല. പുറത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് പുറത്തുള്ള അധിക കുടുംബങ്ങളും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കോലത്തിലാണ് ഉള്ളത്. പിന്നെ ദീനിയായിട്ട് കുട്ടികളെ അടുക്കുന്നതിനെ പോലും ചില
കുടുംബങ്ങൾ വെറുക്കുന്നുണ്ട്. കാരണം എന്താണ്? ദീനിയായിട്ട് ഇവനെ അടുത്ത് ഇവനിക്ക് സുഹൃത്ത് വരും, ഇവനിക്ക് ദുനിയാവിനേക്കാൾ കൂടുതൽ പരലോകത്തിനോട് ഇഷ്ടം വരും. അന്നേരം പിന്നെ എന്താവും? ഇവന് ദുനിയാവിൻ്റെ കാര്യത്തിനൊന്നും കിട്ടൂല, ഇവനെ കൊണ്ട് വീട് കിട്ടൂല, ഇവനെ കൊണ്ട് കാറ് കിട്ടൂല, ഇവനെ കൊണ്ട് വലിയ വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കലുണ്ടാവില്ല, ഇവന് ദീനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കലായിരിക്കും എന്നും പറഞ്ഞിട്ട് അതുവരെ ഇഷ്ടപ്പെടുന്നത്. നോക്കിപ്പം പ്യാപ്പിളിനെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾ എടുക്കൂല. കാരണം എന്താണ്? ഓനെ കൊണ്ട് ദുനിയാവ് കിട്ടൂല, എന്ത് കിട്ടൂല? ഓനെ കൊണ്ട് കാറ് കിട്ടൂല, ബിൽഡിങ് കിട്ടൂല, വീട് കിട്ടൂല, അതൊന്നും കിട്ടൂല. അതുകൊണ്ട് അങ്ങനത്തെ ഓനെ എടുക്കൂല. കാരണം എന്താണ്? ഓനിക്ക് സുഹൃത് വന്നു പോയിട്ടുണ്ട്. അതായത് അവന് ദുനിയാവിനേക്കാൾ കൂടുതൽ അവന് പരലോകത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ താടിയെല്ലാം വെച്ച് നടക്കുന്ന ദീനായിട്ട് നടക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓനെ വേണ്ടപ്പാ, ഓനെ ശരിയാവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഓനങ്ങ് ഒഴിവാക്കുകയും ചെയ്യാം. എന്നിട്ട് ആരെടുക്കും? നല്ല സിനിമ നടനെ പോലെ ഉള്ള ക്ലീൻ ഷേവായിട്ട് നടക്കുന്ന നല്ല ചെത്തി നടക്കുന്ന ആൾക്കാർ എടുക്കും. എന്നിട്ടോ ഓനിക്കൊന്നും ദീനുണ്ടാവില്ല. ഇവള് കുറച്ച് ചിലപ്പം ദീനല്ലായിട്ട് ഇങ്ങനെ അടുത്ത് വരുന്ന കുട്ടിയായിരിക്കും. ഓനെ കെട്ടിയോടുകൂടി അതും പോയി. പിന്നെ ഓനും സിനിമാ സ്റ്റൈലിൽ ജീവിക്കലായിരിക്കും ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നാടുകളിൽ നടന്നു വരുന്നത്. ഇനിയിപ്പോൾ വലിയൊരു ഷെറ് വരാൻ പോകുന്നുണ്ട്, ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ന്യൂ ഇയർ എന്താണ്? ഒരു വലിയ ആഘോഷമാണ്, എല്ലാവരും കൂടി ആഘോഷിക്കേണ്ട ഒരു ആഘോഷമെന്നാണ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ന്യൂ ഇയർ ഏതാണ്? നമുക്ക് ന്യൂ ഇയർ ഉണ്ടോ? നമുക്ക് ന്യൂ ഇയർ ഉണ്ട്. മുഹറം 1 നമ്മളുടെ ന്യൂ ഇയർ ആണ്, സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് മുഹറം 1. അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്ത് ചിന്ത ഉണ്ടോ? അതിനെപ്പറ്റി അറിയോ? നമ്മൾ 12 മാസങ്ങൾ ഏതാണെന്ന് നമുക്കറിയോ? നമ്മൾ 12 മാസങ്ങളിൽ ദുൽഹിജ്ജ എന്നൊക്കെ പേര് തന്നെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ്. പിന്നെ റമദാൻ മാസം ഖുർആനിൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. അപ്പോൾ ഇങ്ങനെയും പ്രാധാന്യം നൽകിയ, അള്ളാഹു പ്രാധാന്യം നൽകിയ വർഷമാണ് നമ്മളത്. അപ്പോൾ മുഹറം 1 നമ്മുടെ ന്യൂ ഇയർ ആണ്. പക്ഷെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടോ? നമ്മൾ മുഹറം 1 ആഘോഷിക്കൂല. എന്തുകൊണ്ടാണ്? നമുക്കതിന് സുന്നത്തില്ല. എന്നിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഏതാണ്? നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളുടെ ന്യൂ ഇയർ ആണ് ഇത്. ജനുവരി 1 ക്രിസ്ത്യാനികളുടെ ന്യൂ ഇയറും അല്ല. റോമുലസ് എന്ന് പറയുന്ന റോമൻ രാജാവ്, ആദ്യത്തെ റോമൻ രാജാവെന്ന് തോന്നുന്നു അദ്ദേഹം ഉണ്ടാക്കിയ മാസങ്ങളൊക്കെയാണിത്, അദ്ദേഹം ഉണ്ടാക്കിയ കലണ്ടറാണിത്. അപ്പോൾ അതാണ് ആഘോഷിക്കുന്നത്, നമ്മുടേതല്ല. നമ്മുടെ നാട്ടിൽ മലയാളികൾ മലയാളികളുടെ ന്യൂ ഇയറും അല്ല, അതിൽ ക്രിസ്ത്യാനികളുടെ ന്യൂ ഇയറും അല്ല. അതുമല്ലാത്ത തികച്ചും എന്താ പറയുക, മുശ്രിക്കുകളായി നടന്ന് സൂര്യനെയും ചന്ദ്രനെയൊക്കെ ആരാധിച്ചു പോന്നിരുന്ന റോമുലസ് എന്ന് പറയുന്ന രാജാവ് റോമൻകാർക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു കലണ്ടറാണ് എന്തെന്ന് ഇപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഗ്രിഗേറിയൻ കലണ്ടർ. അതിൽ തന്നെ ജൂലൈ ആഗസ്റ്റ് ഒരു മാസം 30 ആണെങ്കിൽ മറ്റൊരു മാസത്തിന് 31, അങ്ങനെയാണ് വരാറ്. ഇതിൽ ജൂലൈയും ആഗസ്റ്റും 31 ദിവസം. അതെങ്ങനെയാണെന്ന് അറിയോ? ജൂലിയസ് സീസർ എന്ന് പറയുന്ന ആളുടെ പേരിലാണ് എന്തെന്ന്, ചക്രവർത്തിയാണ്, അതായത് റോമൻ ചക്രവർത്തിയാണ് ജൂലിയസ് സീസർ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ജൂലൈ ഉള്ളത്. അദ്ദേഹത്തിന് ശേഷം വന്നാണ് ഓഗസ്റ്റസ് സീസർ എന്ന് പറഞ്ഞ ചക്രവർത്തി. അദ്ദേഹം വന്ന് നോക്കുന്ന ഇയാൾക്ക് 31 ദിവസവും എനിക്ക് 30 ദിവസവും. ഓൻ പറഞ്ഞ് അത് മാറ്റണം, അയാൾക്ക് 31 ഉണ്ടെങ്കിൽ എനിക്കും എൻ്റെ പേരിലുള്ള മാസത്തിന് 31 ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ജൂലൈ ആഗസ്റ്റ് 2 മാസങ്ങൾക്ക് അടുത്തടുത്ത് 31 ദിവസം വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ രൂപീകരിച്ച, അവരായിരുന്നു ക്രിസ്ത്യാനികളായിരുന്നോ? അല്ല. ക്രിസ്തു മതം വരുന്ന അവർക്കെല്ലാം കുറേ ശേഷമാണ് റോമക്കാർ ക്രിസ്തു മതം സ്വീകരിക്കുന്നത്. അപ്പം അവർ ശരിയായ മുശ്രിക്കുകളായിരുന്നു. അവരുണ്ടാക്കിയെടുത്ത മാസങ്ങളും മാസത്തിൻ്റെ സെറ്റപ്പുകളൊക്കെയാണിത്. ഇതാണ് നമ്മൾ വലിയ കാര്യം പോലെ ആഘോഷിക്കുന്നത് ന്യൂ ഇയർ. ന്യൂ ഇയർ ആഘോഷിക്കില്ലെങ്കിൽ എന്തെല്ലോ പെരുന്നാളായിട്ട് ആഘോഷിക്കാത്ത പോലെയാണ്. എന്താണ് ആഘോഷം? അന്ന് ഫുള്ള് പാർട്ടി വെച്ച് ഡാൻസ് കളിക്കുക, മ്യൂസിക്, പിന്നെ കള്ളുകുടിക്കുക, ഇതൊക്കെയാണ്. അന്ന് വരെ കള്ളിൻ്റെ അടുത്ത് വരെ പോകാത്തവൻ വരെ ഒരു സിപ്പെല്ലാം കുടിക്കുന്ന കാണാം. ന്യൂ ഇയർ ആഘോഷം എന്നൊക്കെ പറഞ്ഞു മുസ്ലിങ്ങൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വരെ കൂട്ടം കൂടി എടുക്കുന്ന ആളുകളൊന്നും ഇല്ല. ന്യൂ ഇയറിന് മാത്രം 2 കുപ്പിയും കൊണ്ടുവന്നിട്ട് പൊളിച്ചിട്ട് കുടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുസ്ലിങ്ങൾക്കിടയിലും ഒരു വലിയ ആഘോഷമായി മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ആഘോഷിക്കേണ്ട സംഗതിയാണോ? ഇത് നമ്മുടേതാണോ? ഇത് നമ്മുടേതല്ല. ഇതിന് നമ്മുടെ മാസം തന്നെ, നമ്മുടെ ന്യൂ ഇയർ തന്നെ ആഘോഷിക്കാൻ ഇസ്ലാമിൽ തെളിവില്ല. അപ്പോഴാണ് നമ്മൾ റോമാക്കാരൻ്റെ മുശ്രിക്കിൻ്റെ ന്യൂ ഇയർ ആഘോഷിച്ച് തിമിർത്താടുന്നത്. അപ്പം തിന്നാൽ പോലെ കുയ്യണ്ണുണ്ടാന്നുള്ളതായിരിക്കും. അതായത് നമ്മൾ അവരുടെ കലണ്ടറിലെ നമ്മൾ ഇങ്ങനെ പിൻപറ്റി പോരുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലത്തൊന്നും അന്വേഷിക്കേണ്ടതില്ലല്ലോ എന്നുള്ളത് ആയിരിക്കും പലരുടെയും ചോദ്യം. പക്ഷെ അങ്ങനെയല്ല. ഓരോന്നിൻ്റെയും ചരിത്രവും ഓരോന്നിൻ്റെയും ഐതിഹ്യമെല്ലാം നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഓണാഘോഷം വേണമെന്ന് പറയുന്നു. ഓണാഘോഷത്തിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? ശിർക്കൻ ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത് പറ്റൂല, അത് മുസ്ലിങ്ങൾക്ക് പറ്റൂല. അതേപോലെ തന്നെ ക്രിസ്മസ് പറ്റൂല. ക്രിസ്മസ് എന്താണ്? ക്രിസ്മസ് നമ്മൾ വിചാരിക്കുക ഈസാ നബിൻ്റെ ബർത്ത്ഡേ ആണ്. ഈസാ നബിൻ്റെ ബർത്ത്ഡേ അല്ലത്, അള്ളാഹിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഈസാ നബിയാണ്, അവർക്കാരാണ്? അവർക്ക് അള്ളാഹുവിൻ്റെ മകനാണ്. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന സംഗതിയാണ് അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ കൊണ്ടാടുന്നത്, ക്രിസ്മസ് കൊണ്ടാടുന്നതിലൂടെ. പറ്റുമോ? മുസ്ലിങ്ങൾക്ക് പറ്റുമോ? നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ തന്നെ പറ്റുമോ? ലം യലിദ് വലം യൂലദ്. അള്ളാഹുവിന് സന്താനമില്ല, അള്ളാഹു ജനിച്ചവനുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വാസം.
ഇതിനെതിരായിട്ട് അള്ളാഹുവിൻ്റെ മകൻ്റെ ബർത്ത്ഡേ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അവരോട് കൂടിയിട്ട് സ്റ്റാർ കെട്ടാൻ പറ്റുമോ? കേക്ക് മുറിക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. ഇതെല്ലാം ഷിർക്കിലേക്ക് പോകുന്ന സംഗതികളാണ്, ഷിർക്കൻ ആചാരങ്ങളാണ്. നമ്മൾ ഏതൊരു കൗമിനെ പിൻപറ്റുമോ നമ്മൾ അവരിൽപ്പെട്ടവരായിരിക്കും. അപ്പം ഇതാണ് ന്യൂ ഇയറിൻ്റെ അവസ്ഥ. അപ്പം ന്യൂ ഇയർ ആഘോഷിക്കണ്ടേ എന്നുള്ളത് നമ്മളെല്ലാവരും തീരുമാനിക്കുക. ആഘോഷിക്കണോ? ആഘോഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഫുള്ള് ആഘോഷങ്ങളോട് നമുക്ക് ഭയങ്കര താല്പര്യമാണ്. ഇപ്പം ന്യൂ ഇയർ ആഘോഷമാകട്ടെ, കല്യാണം തന്നെ ആഘോഷമാക്കി മാറ്റി എന്തുകൊണ്ടാണ്? കല്യാണം ആഘോഷമാക്കി മാറ്റി എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ആഘോഷത്തോട് ഭയങ്കര താല്പര്യമാണ്. അതായത് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്, ജീവിതം അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് അടിച്ചു പൊളിക്കാനാ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത്? ജിന്നുകളെയും മനുഷ്യരെയും നമ്മെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിന് സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സൃഷ്ടിച്ച് നമുക്ക് ഒരുക്കി തന്നാണ്. ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് സൗകര്യമാക്കി തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാ ജീവിതം മുഴുവനും നമ്മൾ അള്ളാഹുവിനെ ആരാധനയിലാണ് കഴിയേണ്ടത്, അല്ലാണ്ട് അടിച്ചു പൊളിച്ചിട്ടല്ല കഴിയേണ്ടത്. ഇന്ന സ്വലാത്തി വനുസുക്കി ഒ മഹിയായ ഒ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി എന്താണ്? നമ്മുടെ നിസ്കാരം. വനുസുക്കി നമ്മളുടെ വലിയർക്കൽ. ഒ മഹിയായ ഒ മമാത്തി, മഹിയായ നമ്മുടെ ജീവിതം, നമ്മുടെ മരണം, എല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആർക്കുള്ളതാണ്? വലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു റബ്ബിൽ ആലമീനായ അള്ളാഹുവിനുള്ളതാണ്. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ നമ്മൾ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ജീവിതേ അല്ല. നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. നമുക്ക് ആകെയുള്ള ചിന്ത എന്താണ്? നല്ല ഭക്ഷണം കഴിക്കുക, വലിയ വീടെടുക്കുക, വലിയ കാർ എടുക്കുക, കുറേ മംഗലം കഴിക്കുക, മക്കൾക്ക് അടിച്ചു കൊടുക്കുക, അപ്പോഴത്തേക്ക് വയസ്സാവും മരിക്കുക. ഇതാണോ ഒരു മുസ്ലിമിൻ്റെ ജീവിതം? മുസ്ലിമിൻ്റെ ജീവിതം ഇതല്ല. മുസ്ലിമിൻ്റെ ജീവിതം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ജീവിതമായിരിക്കും അവൻ്റെ എല്ലാ പ്രവൃത്തിയും എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? അള്ളാഹുവിനും അവൻ്റെ ദീനിന് വേണ്ടിയിട്ടായിരിക്കും ഉള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ പ്രവൃത്തിയൊക്കെ അങ്ങനെ ആയി തീരണമെങ്കിൽ അവനിക്ക് എന്തുണ്ടാവണം? അവനിക്ക് ദീനിനെ കുറിച്ചുള്ള ഇൽമുണ്ടാവണം. ഫസ്റ്റ് വേണ്ട എന്താണ്? ദീനിനെ കുറിച്ചുള്ള ഇൽമാണ്. അപ്പോൾ ദീനിനെക്കുറിച്ച് ആദ്യമായിട്ട് ഒരുത്തൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് പഠിക്കേണ്ടത്? അവൻ്റെ ആദ്യത്തെ സിലബസ് എന്തായിരിക്കണം? അവൻ ആദ്യമായിട്ട് പഠിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. അവൻ ആദ്യമായിട്ട് പഠിക്കേണ്ടത് അവൻ്റെ റബ്ബിനെ കുറിച്ചാണ്. ഇനി റബ്ബിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞ് റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ ആ റബ്ബിനെ എങ്ങനെ ആരാധിക്കണം എന്ന് പഠിക്കണം. റബ്ബ് അവനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അവൻ പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി അവൻ എന്ത് പഠിക്കണം? അവൻ്റെ ദീന് പഠിക്കണം. അവൻ്റെ ദീന് പഠിക്കുമ്പോൾ ആ ദീൻ എങ്ങനെ പ്രാവർത്തികമാക്കണം, ആ ദീൻ ആര് കൊണ്ടുവന്ന് എന്നൊക്കെ പഠിക്കുമ്പോൾ അവൻ ആരെ പറ്റി പഠിക്കണം? ആ ദീന് കൊണ്ടുവന്ന് തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവൻ പഠിക്കണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ഇൽമ് നേടലിൻ്റെ ആദ്യത്തെ സിലബസാണ്. ആദ്യമായി അവൻ പഠിക്കേണ്ട കാര്യങ്ങളാണിത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവൻ രക്ഷപ്പെടുകയുള്ളൂ. അവനിക്ക് ഖബറിൽ വെച്ച് ആദ്യം ചോദിക്കുന്ന 3 ചോദ്യങ്ങളും ഇത് തന്നെയാണ്. എന്താണ്? മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? അടുത്ത എന്താണ്? വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? പിന്നെന്താണ്? മൻ നബിയുക, നിന്റെ നബി ആരാണ്? ഇത് 3നും അവൻ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അതോടുകൂടി തീർന്നു. പിന്നെ അവൻ്റെ കാര്യം എന്താണ്? പരലോകത്തും വിചാരണ നാളിലും എല്ലാം അവസ്ഥ വളരെ മോശമായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ സിലബസ്. അതായത് ദീന് അറിയാൻ വേണ്ടിയുള്ള, ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളുടെ ആദ്യത്തെ സിലബസ് ഇതായിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ദീന് പഠിക്കാനുള്ള ആദ്യത്തെ സിലബസ്. ഇതവൻ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ അടിപൊളിയും ഈ അടിച്ചുപൊളിയും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ദീനിയായിട്ടുള്ള ഇൽമ നേടാൻ ശ്രമിക്കണം. ആ ദീനിയായ ഇൽമ വരുമ്പോൾ എന്താവും? അവനിക്ക് ദുനിയാവിനോടുള്ള മോഹങ്ങൾ കുറയുകയും ആഖിറത്തിനോടുള്ള മോഹങ്ങൾ കൂടി വരികയും ചെയ്യും. അതാണ് അവനക്കൊരു സുഹൃത് വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്താവും? അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പം ഈ ഒരു പഠനം എല്ലാവരും നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം പഠിച്ചിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ തൗഹീദിനെ പറ്റി പഠിക്കണം. അതേപോലെ തന്നെ ദീനീ കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കാണ്ട്, ഇസ്ലാം കാര്യങ്ങൾ പഠിക്കാണ്ട്, ഈമാൻ കാര്യങ്ങൾ പഠിക്കാണ്ട്, കുറച്ച് വിശദമായിട്ട് പഠിക്കണ്ട. അതിങ്ങനെ എണ്ണി പറഞ്ഞാൽ മാത്രം പോരാ. അധികം ആളുകൾക്കും ഇപ്പം ചെറിയ കുട്ടികളോടൊന്നും ചോദിച്ചു കഴിഞ്ഞിട്ട് ഇസ്ലാം കാര്യം എന്താണെന്ന് ചെയ്യേണ്ട പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഓർഡറിലല്ലാണ്ട് തന്നെ പറയാൻ പറഞ്ഞാലും പറയാൻ കഴിയില്ല. ഇനി ഈമാൻ കാര്യം തീരെ പറയാൻ കഴിയില്ല. അതിലുള്ള ഒരു 3-4 പറഞ്ഞിട്ട് പിന്നെ 4-5 അറിയാത്ത കോലത്തിലുള്ളത്. അപ്പോൾ അത് പറയാൻ തന്നെ കഴിയില്ല. പിന്നെ അതിൻ്റെ വിശദമായിട്ടുള്ള അറിവ് നമ്മൾ ചിന്തിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ എന്താണ്? വിശദമായിട്ട് ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എത്ര ആളുകൾക്കറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാൻ്റെ പേര്, ഉപ്പാൻ്റെ പേര്, ഇനിയിപ്പം മക്കൾ എത്ര മക്കളുണ്ട്, എത്ര ഭാര്യമാരുണ്ട് അറിയോ? അറിയില്ല.
അപ്പോൾ ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം പഠിച്ചാലല്ലേ ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമല്ലേ ആ വ്യക്തിനെ നമുക്ക് പിൻപറ്റാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് ആ വ്യക്തിയെക്കുറിച്ച് അറിവില്ലാതെ നമ്മളെങ്ങനെയാണ് അദ്ദേഹത്തെ പിൻപറ്റാം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ്? സീറോ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ കുട്ടികളെ സീറോ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറോ നമ്മളും പഠിച്ചിട്ടില്ല, നമ്മൾ കുട്ടികളെയും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നബി ചരിത്രം ഫുള്ളായിട്ട് വായിച്ചവർ എത്ര ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിരളായിരിക്കും ഇവിടെ. അത് നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇങ്ങനെയുള്ള വല്ല ഇസ്ലാമിക സ്കൂളിലായിട്ട് ഉണ്ടെങ്കിൽ ആയി. എല്ലാത്ത സ്കൂളുകളിൽ എല്ലാവരുടെ ചരിത്രവും പഠിക്കും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം പഠിപ്പിക്കപ്പെടുകയില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഈ ആഘോഷങ്ങളിൽ നിന്നെല്ലാം വിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഇൽമിൻ്റെ ഒരു മാർഗത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, അതായത് നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിയൂനി, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ. അതായത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. നമ്മളിപ്പോൾ പലരെയും പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുടി, നമ്മുടെ മുഖം എല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ പിൻപറ്റുന്ന പോലെ തോന്നാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുന്ന പോലെ തോന്നുമോ ആർക്കെങ്കിലും? ഇല്ല. വല്ല സിനിമാ നടന്മാരെയും പിൻപറ്റുന്ന മാതിരിയേ തോന്നുള്ളൂ. അവർ എന്തൊക്കെ സ്റ്റൈലുകൾ കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ നമ്മളും ഇങ്ങനെ അനുകരിച്ച് പോരുകയാണ്. അവരെ എല്ലാം നമ്മൾ പിൻപറ്റുന്നു. അപ്പം നമ്മൾ ആരെ പിൻപറ്റണം? നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ രൂപത്തിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളല്ലേ? നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് സ്നേഹമുണ്ട്. അള്ളാഹുവിനെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ഏതെല്ലോ ഒരു ഹവയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടാണ്. യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ ഈ കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് പുറത്തു തരും. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു അത്യന്തം പൊറുക്കുന്നവനും കാരുണ്യവാനുമത്രേ. അപ്പോൾ ആ ഒരു മാർഗത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ഹവയിൽ കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇൽമിൻ്റെ മാർഗത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇൽമിൻ്റെ മാർഗം ആദ്യത്തെ പടിയാണ്. നമ്മളത് പഠിക്കും. പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും? പഠിച്ചതിന് ശേഷം നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അത് ജനങ്ങളിലേക്ക് നമ്മൾ പ്രബോധനം ചെയ്യണം. ഈ 3 കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നിർബന്ധമായിട്ട്. അതിൻ്റെ ആദ്യത്തെ പടിയാണെന്ത്? നമ്മൾ ഇൽമ് നേടുക എന്നുള്ളത്. ആദ്യം നേടേണ്ട ഇൽമ് എന്താണ്? നിൻ്റെ റബ്ബിനെ കുറിച്ച്, നിൻ്റെ ദീനിനെ കുറിച്ച്, പിന്നെ നിൻ്റെ റസൂലിനെ കുറിച്ച്. ഇതാണ് നീ ആദ്യം നേടേണ്ട അറിവ്. അപ്പോൾ അള്ളാഹു അങ്ങനെ ഇൽമ് നേടി ഈ ദുനിയാവിൻ്റെ ഹവയിൽ നിന്ന് രക്ഷപ്പെട്ട് നാളെ സ്വർഗത്തിലെത്തുന്ന അവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാക്രമം പാലിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിലബസ് നാം മനസ്സിലാക്കി. അതായത് നമ്മുടെ റബ്ബ് ആരാണ്, നമ്മുടെ ദീൻ ഏതാണ്, നമ്മുടെ നബി ആരാണ് എന്നുള്ള കാര്യം നാം വിശദമായി പഠിക്കേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇതൊന്നും ചെയ്തില്ല, നമ്മൾ വീണ്ടും ഹവയിലായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ജീവിതം മൊത്തം അടിച്ചു പൊളിക്കുക. അതായത് ചില ആളുകൾ പറയുന്നേക്കാം, ജീവിതം എന്ന് വെച്ചാൽ ഇരപിടിക്കുക, ഇണചേരുക, അതൊക്കെയാണെന്നാണ് പറയുന്നത്. ആ രീതിയിലായിപ്പോയി നമ്മളുടെ ജീവിതം അതുപോലെ ആകരുത്. നമ്മൾ മൃഗങ്ങളോട്ട് സൃഷ്ടിക്കപ്പെട്ട ആളുകളല്ല. അള്ളാഹു വിശേഷ ബുദ്ധി നൽകി നമ്മളെ തെറ്റും ശരിയും തിരിച്ചറിയാൻ വേണ്ടി ഉള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരുക്കിക്കൊണ്ട് നമ്മളെ ഇവിടെ അയച്ചതാണ്. അപ്പം നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കി. അത് എന്തിനാണ്? ഇപ്പം ഹയാത്ത്, അതായത് ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ച് എന്തിനാണ്? നമ്മളിവിടെ ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി. ആ ലക്ഷ്യം, ഇവിടെ നമ്മൾ വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ഹവയിൽ ജീവിച്ച് പോകാനല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് നാളെ പരലോകത്ത് വിജയം നേടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ എക്സാം ഹാളാണ്. ഈ ഹാളിൻ്റെ ദൈർഘ്യം നമ്മൾക്കൊന്ന് അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോകുന്ന ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യനിക്ക് പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളുണ്ട് അവൻ്റെ ജീവിതത്തിൽ. ആദ്യത്തെ ഘട്ടം എന്താണ്? അവൻ്റെ ഉമ്മാൻ്റെ ഗർഭാശയത്തിലാണ്. അവൻ്റെ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ അവൻ കഴിയുന്നത് 9 മാസവും 10 ദിവസമാണ്. ചിലപ്പോൾ ചില ആളുകൾ അതിന് മുമ്പ് തന്നെ പുറത്ത് വരും. ഇനി പുറത്ത് വന്നിട്ടില്ലെങ്കിൽ കീറിയിട്ട് പുറത്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ കഴിയുന്നത്, 9 മാസവും 10 ദിവസവും. പിന്നെ നമ്മൾ ഭൂമിയിലെത്തി. പിന്നെ ഇഹലോക ജീവിതം അത് എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് 60 മുതൽ 70 വയസ്സ് വരെയാണ്.
അപ്പോൾ 60-70 വയസ്സ് കൂടുതൽ കിട്ടുന്നതിന് ബോണസാണ്. അപ്പോൾ ഇത്രയും ജീവിച്ചുകൊണ്ട് പിന്നെ നമ്മളുടെ ഈ ഭൂമിയിലുള്ള ജീവിതം എന്നുള്ള ആ ഘട്ടവും കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം എന്താണ്? ബർസഖാണ്, ഖബർ ജീവിതമാണ്. ഖബർ ജീവിതം എത്രയാ? ഖബർ ജീവിതം ഖിയാമത്ത് നാൾ വരെയാണ്. അള്ളാഹു ആലം, അത് അള്ളാഹുവിനാണ് അറിയുന്നത് എത്ര കാലാന്നുള്ളത്. അത്രയും കാലം നമ്മൾ എവിടെ ജീവിക്കാൻ? ഖബറിൽ. അത് ആയിരക്കണക്കിന് വർഷങ്ങളാണ്. മനസ്സിലായില്ലേ? വാദനബിയുടെ കാലത്തിൽ മരിച്ചവർക്ക് എത്ര കാലമാണ്? ആയിരക്കണക്കിന് കാലങ്ങളാണ് അവൻ ഖബറിൽ ജീവിക്കേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഖബറിൽ ജീവിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ്? വിചാരണ നാളാണ്. വിചാരണ നാളിൽ വിചാരണക്ക് എടുക്കണമെങ്കിൽ തന്നെ 50,000 വർഷമാണ്. 50,000 വർഷം ഇങ്ങനെ അലഞ്ഞ് നടക്കും. നബിമാരുടെ അടുത്തെല്ലാം പോയിട്ട് അള്ളാഹിനോട് വിചാരണക്ക് എടുക്കാൻ പറ. ലാസ്റ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ കാലം സുജൂദിൽ കടന്നുകൊണ്ടാണ് പിന്നെ അള്ളാഹു എണീക്കെന്ന് പറഞ്ഞിട്ട് വിചാരണക്ക് എടുക്കുന്ന തന്നെ. അത് 50,000 കൊല്ലമാണ്. 50,000 കൊല്ലം കഴിയണം അവിടെ എത്തിയിട്ട് വിചാരണക്ക് എടുക്കാം. പിന്നെ വിചാരണ എത്ര കാലമാണെന്നുള്ള അള്ളാഹ് കയറും. അപ്പോൾ എത്രയാണ് കൊല്ലങ്ങൾ? നമ്മളിവിടെ ജീവിക്കുന്നത് 60-70 കൊല്ലങ്ങളാണ്. അപ്പം ബർസഖിലും നാളെ വിചാരണക്ക് എടുക്കുന്ന സമയത്തും ജീവിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലാകാല ജീവിതമാണ്. സ്വർഗത്തിലും നരകത്തിലും. സ്വർഗത്തിലാണെങ്കിൽ സ്വർഗവാസിയാണെങ്കിൽ സ്വർഗത്തിൽ കാലാകാല ജീവിതം, നരകവാസിയാണെങ്കിൽ നരകത്തിൽ കാലാകാല ജീവിതമാണ്. അപ്പം ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കുക. എത്രയാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും ഇത് പായായി കളയേണ്ട ഒരു സമയമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും നമ്മളെ തലയ്ക്ക് ഇരിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന ഈ പരലോകവും അതേപോലെ തന്നെ ഈ ബർസഖും ഖബർ ജീവിതമൊക്കെ വളരെ വിദൂരമാണെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിദൂരമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. വളരെ അടുത്താണ്. അബൂദാവൂദ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റഹിമഹുമുള്ള, അവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ്, അൽബാനി സഹിയാക്കിയിട്ടുള്ള ഹദീസാണ്. ദീർഘമായിട്ടുള്ള ഒരു ഹദീസിലാണ്. ഈ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഹദീസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയും ഈ പരലോകവും അതേപോലെ തന്നെ നമുക്ക് വരാനുള്ള ശിക്ഷയും നമുക്ക് വരാനുള്ള സൗഖ്യമൊന്നും വിദൂരമല്ല എന്നുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു അൻസാരിയുടെ ഖബറടക്കത്തിനായി ഖബർസ്ഥാനിലേക്ക് പോയി. കൂടെ സഹാബത്തുമുണ്ട്. ബറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂദാവൂദിലും ഇതുണ്ട്, അൽബാനി സഹിയാക്കിയിട്ടുമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഖബർസ്ഥാനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ലിൻ്റെ മേലെ ഇരിക്കുകയാണ്. ഈ മയ്യത്ത് ഖബറിലേക്ക് വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തല കുനിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ നിലത്തിങ്ങനെ വരയുന്നുണ്ട്. അപ്പോൾ ഈ സഹാബത്തൊക്കെ ഈ മരണപ്പെട്ട ആളെ ഖബറിലേക്ക് വെച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് എത്തി. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ പറയാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പം അവരും ചുറ്റും ഇരുന്നു. എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ അത് ഇളകി പോകാൻ പാടില്ല, പറന്നു പോകാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മളെങ്ങനെ ഇരിക്കാൻ അത്രക്കും സ്റ്റഡിയായിട്ട് അവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കഴിഞ്ഞപ്പോൾ തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഖബറിൽ നിന്നുള്ള അദാബിനെ കുറിച്ച് നിങ്ങൾ രക്ഷ തേടിക്കൊള്ളി. അതായത് 3 പ്രാവശ്യം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിൽ നിന്നുള്ള അദാബിനെ കുറിച്ച് നിങ്ങൾ അഭയം തേടിക്കൊള്ളി, അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടിക്കൊള്ളി എന്ന് പറയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതായത് ഒരു സാലിഹായ ഒരു മനുഷ്യൻ, അതായത് ഒരു നല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമ, അവനിക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ അവനിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്ന. എങ്ങനെയുള്ള മലക്കുകൾ? അവനിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ വെളുത്ത മുഖമുള്ള, സൂര്യനേക്കാൾ വെളുത്ത മുഖമുള്ള മലക്കുകൾ കുറേ എണ്ണം ഇറങ്ങി വരും. എന്നിട്ട് അവനിക്ക് കണ്ണെത്താ ദൂരത്തോളം അവരിങ്ങനെ ഇരിക്കാം. അതിനുശേഷം മലക്കുൽ മൗത്ത് ഇറങ്ങി വരും. മലക്കുൽ മൗത്ത് ഇറങ്ങി വന്ന് അവൻ്റെ തലൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് ഇറങ്ങി വരൂ എന്ന് ആ ആത്മാവിനോട് പറയാണ്. അപ്പോൾ ഈ കണ്ണെത്താ ദൂരം ഇരുന്നിട്ടുള്ള ആ വെളുത്ത മുഖമുള്ള മലക്കുകളുണ്ടല്ലോ, അവർ സ്വർഗത്ത് നിന്ന് വരുന്നേരം 2 സാധനങ്ങൾ കൊണ്ടുവന്നു. എന്താണ്? നല്ല പരവതാനി, അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ആത്മാവ് അന്നേരം ഇങ്ങനെ വരും. ഈ ആത്മാവ് ഒരു പൂജയിൽ നിന്ന് വെള്ളം എങ്ങനെയാണ് ഒഴുകി വരുന്നത് അത്രയും സ്മൂത്തായിട്ട് മലക്കുൽ മൗത്തിൻ്റെ കയ്യിലേക്ക് വരും. അപ്പോൾ കയ്യിലേക്ക് വന്ന ഉടനെ തന്നെ ഇവർ ഒരു നിമിഷം പോലും മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ ആ ആത്മാവിന് വെക്കുകയില്ല. ഈ വന്ന മലക്കുകൾ അതിനെ വാങ്ങുകയും ആ കൊണ്ടുവന്നിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പരവതാനി, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനം, അതിലേക്ക് അതിനെ പൊതിയും, അതിന് സുഗന്ധം പുരട്ടി കൊടുക്കുകയും ചെയ്യും. അപ്പം ഭൂമിയിലുള്ള ഏറ്റവും നല്ല കസ്തൂരിയേക്കാൾ മണമുള്ള ഒരു ആത്മാവായിട്ട് മാറും. അങ്ങനെ ആ ആത്മാവുമായിട്ട് ഇവർ മുകളിലേക്ക് പോകും. അപ്പോൾ ഈ മുകളിലേക്ക് പോകുമ്പോൾ വൈക്കുള്ള കുറേ മലക്കുകളുണ്ട്. ഈ കൂട്ടമായിട്ടുള്ള മലക്കുകൾ ഒന്ന് ചോദിക്കും, ഏതാണ് ഈ നല്ല ആത്മാവ്?
ഏതാണ് ഈ നല്ല ആത്മാവ്? അന്നേരം അവർ പറഞ്ഞു കൊടുക്കും, ഇന്നേ ആളുടെ മകനായ ഇന്നേ വ്യക്തിയാണ്. എന്നിട്ട് ഈ ഭൂമിയിൽ അവനെ വിളിച്ച എല്ലാ നല്ല പേരുകളും ഉണ്ടാവുമല്ലോ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമീൻ എന്നൊക്കെ വിളിച്ചിട്ടില്ലേ? അതുപോലെ നമ്മളും ചില ആളുകളെ നല്ല പേരുകൾ കൊണ്ട് വിളിക്കും ഈ ഭൂമിയിൽ. അപ്പോൾ ഈ ഭൂമിയിൽ അവനെ വിളിച്ചിട്ടുള്ള എല്ലാ നല്ല പേരുകളും പറഞ്ഞു കൊടുക്കും ഈ മലക്കുകളോട്. അങ്ങനെ അവനെയും കൊണ്ട് അങ്ങ് ആകാശത്തേക്ക് പോവുകയാണ്. ആകാശത്തേക്ക് പോയി 1-ാം ആകാശത്തിലേക്ക് എത്തിയിട്ട് വാതിൽ മുട്ടും. അപ്പോൾ ആരാണ് നിങ്ങളുടെ കൂടെയുള്ള ആരാന്ന് ചോദിക്കും. അന്നേരം ഇന്ന ആളുടെ മകൻ ഇന്ന ആളുടെ റൂഹാണെന്ന് പറയും. അപ്പം 1-ാം ആകാശം തുറക്കപ്പെടും. അപ്പം അവിടെയും അള്ളാഹുവായിട്ട് അടുത്തിട്ടുള്ള മലക്കുകളൊക്കെ അവനെ പറ്റി ചോദിക്കുമ്പോൾ അവനെ കുറിച്ച് പേരും പറഞ്ഞു കൊടുക്കും. അവൻ ഇന്ന ആളുടെ മകൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു കൊടുക്കും. അതുമാത്രമല്ല അവന് അറിയപ്പെട്ടിട്ടുള്ള എല്ലാ നല്ല പേരുകളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ 2-ാമത്തെ ആകാശത്തിലെത്തും. അവിടെ ഇതുപോലെ തന്നെ 3-ാമത്തെ ആകാശത്തിലുമെത്തും. പിന്നെ 4-ാമത്തെ ആകാശത്തും, അങ്ങനെ 7-ാമത്തെ ആകാശത്തിലെത്തും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പറയും, എൻ്റെ അടിമയുടെ ഈ പുസ്തകം ഉണ്ടല്ലോ, അതായത് നന്മയും തിന്മയും രേഖപ്പെടുത്തിയ പുസ്തകം, അത് ഇല്ലിയൂനിൽ വെക്കാൻ പറയും. 7-ാം ആകാശത്തുള്ള ഇല്ലിയൂനിൽ വെക്കാൻ പറയും. എന്നിട്ട് അവൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് തന്നെ ഇറക്കാൻ പറയും. ഭൂമിയിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചത്. അവൻ ഭൂമിയിലേക്ക് തന്നെ മടക്കപ്പെടും. പിന്നെയും ഭൂമിയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യുന്നു പറയുക. അപ്പോൾ അവനെ ഭൂമിയിലേക്ക് വിടും. അപ്പം ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരമായിട്ട് അവൻ്റെ ആത്മാവ് കൂടിച്ചേരും. അതിനുശേഷം അവൻ്റെ ഖബറിലേക്ക് 2 മലക്കുകൾ വരികയാണ്. 2 മലക്കുകൾ വന്നിട്ട് അവനെ എണീച്ചിരുത്തും. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് അവനോട് ചോദിക്കും. അപ്പോൾ അവൻ മറുപടി വരും, റബ്ബി അള്ളാഹ് എന്ന് പറയും. എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയും. പിന്നെ അവനോട് ചോദിക്കുകയാണ്, ഒമാ ദീനുക, നിന്റെ ദീന് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, എൻ്റെ ദീന് ദീനുൽ ഇസ്ലാം എന്ന് പറയും. അപ്പം എൻ്റെ ദീനുൽ ഇസ്ലാം എന്ന് പറയും. പിന്നെ മൻ നബിയുക, നിന്റെ നബി ആരാണ്? അപ്പോൾ അവൻ പറയും, എൻ്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കും. അന്നേരം ഞാൻ അള്ളാഹുവിൻ്റെ കിതാബ് വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തെന്ന് പറയും. അപ്പം പറയും, അപ്പം ഒരു അശരീരി വെക്കും, എൻ്റെ അടിമ പറഞ്ഞ സത്യമാണെന്ന് പറയും. എന്നിട്ട് അവന് സ്വർഗത്തിൽ നിന്നൊരു വസ്ത്രം ധരിപ്പിക്കാനും സ്വർഗത്തിൽ നിന്നൊരു മെത്ത നൽകുവാനും പറയും. എന്നിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കാനും പറയും അവൻ്റെ ഖബറിലേക്ക്. അങ്ങനെ ഖബർ വിശാലമാക്കപ്പെടും. അവൻ്റെ ഖബർ വിശാലമാക്കപ്പെടും. എന്നിട്ട് അവന് ഇങ്ങനെ കിടക്കുമ്പം അവൻ്റെ അടുത്തേക്ക് ഒരാൾ വരും. നല്ല സുന്ദരമായ മുഖമുള്ളതും നല്ലൊരു രൂപത്തിൽ ഉള്ള ഒരാൾ അവൻ്റെ അടുത്തേക്ക് വരാണ്. വന്നിട്ട് പറയും, ഈ ദിവസത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടി ആണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ ഇവനെ കണ്ടുകൊണ്ടേ തന്നെ ഈ കബറാളി പറയും, നിന്നെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വരുന്നവനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നീ ആരാണെന്ന് ചോദിക്കും. നേരം പറഞ്ഞാൽ ഞാൻ നിന്റെ സൽക്കർമ്മമാണെന്ന് പറയും. ആരാണിത്? വന്ന ആളാരാണ്? ഈ വ്യക്തിയുടെ സൽക്കർമ്മമാണ്. എന്നിട്ട് അന്നേരം അദ്ദേഹം പറയും, അള്ളാഹുവേ, കിയാമനാൾ നീ അടുപ്പിക്കണേ, നീ കിയാമനാൾ വേഗമാക്കണേ, എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന. മനസ്സിലായോ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു സൗഖ്യം എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്? അധികം വിദൂരമൊന്നുമല്ല. നമ്മൾ ഇന്നെങ്കിൽ ഇന്ന് മരിക്കുകയാണെങ്കിൽ ഇന്ന് തുടങ്ങുന്ന സംഭവമാണിത്. കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടാകുന്ന സംഭവമാണ്. പരലോകവും വിചാരണയും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ ഇന്ന് ഇതാ മലക്കുകളിങ്ങ് വന്ന്, വെളുത്ത മലക്കുകളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. ഇനി അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ഒരു ഭയങ്കര അക്രമകാരിയായ ഒരു വ്യക്തിയാണ് മരണപ്പെടുന്നെങ്കിലോ, മലക്കുകൾ വരും. ഭയങ്കര വിരൂപികളായിട്ടുള്ള ഇരുണ്ട മുഖമുള്ള മലക്കുകൾ വന്നിരിക്കും. അവന് കണ്ണെത്താ ദൂരത്തോളം ആ മലക്കുകൾ ഉണ്ടാവും. അവരുടെ കയ്യിൽ ചാക്ക് പോലത്തെ ഒരു തുണിയുണ്ടാവും. എന്നിട്ട് മലക്കുൽ മൗത്ത് വരും. മലക്കുൽ മൗത്ത് വന്ന് അവൻ്റെ തലയിലെത്തിരിക്കും. ഇരുന്ന ഉടനെ തന്നെ അവൻ്റെ ആത്മാവ് ഓടി ഒളിക്കാൻ ശ്രമിക്കും. പിന്നെ അത് ഞാടി ഞരമ്പുകളൊക്കെ മുറിച്ചിട്ട് പുറത്തു വരും. ഏത് രീതിയിൽ? ആണിക്കൂട്ടം കൊണ്ട് നമ്മളൊരു നനഞ്ഞ പഞ്ഞി ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? ആ രീതിയിൽ അവൻ്റെ ആത്മാവ് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ഒരു നിമിഷം പോലും ഈ മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ ആത്മാവിന് വെക്കുകയില്ല. ഈ വന്ന മലക്കുകളെ വാങ്ങും, ആ ചാക്ക് പോലത്തെ തുണിയിൽ അതിനെ പൊതിയും. അപ്പോൾ ഈ ദുനിയാവിലുള്ള ഏറ്റവും വടക്ക് സ്മെല്ലായിരിക്കും അതിൽ നിന്ന് വരാൻ. ഏറ്റവും മോശമായ സ്മെല്ല് ആ ആത്മാവിൽ നിന്ന് വരാൻ ഏറ്റവും മോശമായ സ്മെല്ലാണ്. എന്നിട്ട് ഈ ആത്മാവുമായിട്ട് അവർ മുകളിലേക്ക് പോകും. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും, ഇതേതാ ഈ മോശപ്പെട്ട ആത്മാവ്? ഈ മലക്കുകളെല്ലാം ചോദിക്കും, ഇതേതാണ് ഈ മോശപ്പെട്ട ആത്മാവെന്ന് ചോദിക്കും. അന്നേരം മലക്കുകളോട് പറയും, ഇന്നയാളുടെ മകനായ ഇന്നേ മകനാണ്. ഓൻ ഈ ഭൂമിയിൽ അറിയപ്പെട്ട എല്ലാ മോശമായ പേരും ഉണ്ടാവില്ലേ, ജനങ്ങൾ അവനെ മോശമായി വിളിച്ച എല്ലാ പേരുകളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് 1-ാം ആകാശത്തിലേക്ക് എത്തും. അപ്പോൾ അവിടെ ചോദിക്കും, ഇതാരാ വന്നിട്ടുള്ളത്? അപ്പോൾ ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ മകനാന്ന് പറയും. അപ്പോൾ 1-ാം ആകാശത്തിൽ നിന്ന് വാതിൽ തുറക്കപ്പെടുകയില്ല. അപ്പോൾ ഒരു ശബ്ദം കേൾക്കും. എന്ത്? അവൻ്റെ രേഖപ്പെടുത്തിയ പുസ്തകം ഉണ്ടല്ലോ, അത് ഭൂമിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലുള്ള സിജ്ജീനിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറയും.
അങ്ങനെ അവൻ്റെ രേഖപ്പെടുത്തിയ പുസ്തകം എടുത്തേക്ക് വെക്കപ്പെടും, സിജ്ജീനിലേക്ക് വെക്കപ്പെടും. എന്നിട്ട് അവൻ്റെ ആത്മാവിനെ അവൻ്റെ ഖബറിലേക്ക് മടക്കപ്പെടും. അവൻ്റെ ശരീരവുമായി ആത്മാവ് വന്ന് ചേരുകയും 2 മലക്കുകൾ വരികയും ചെയ്യും. 2 മലക്കുകൾ വന്നിട്ട് അവനെ ഇരുത്തിക്കൊണ്ട് അവനോട് ചോദിക്കും മൻ റബ്ബുക്ക. അപ്പോൾ അവനിക്ക് ഒന്നും പറയാൻ കഴിയില്ല. അവൻ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല, അവൻ റബ്ബിനെ മാത്രം ആരാധിച്ചിട്ടില്ല, അവൻ തൗഹീദിലായിക്കൊണ്ട് ജീവിച്ചിട്ടില്ല, അവൻ നിസ്കരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവനിക്ക് അവൻ്റെ റബ്ബിനെ അറിയില്ല. ഹാ ഹാ എന്ന് പറയും. അവിടെ അവനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഹരങ്ങൾ ഏൽപ്പിക്കപ്പെടും. രണ്ടാമത് അവനോട് ചോദിക്കും ഉമാ ദീനുക, നിന്റെ ദീൻ എന്താണെന്ന് ചോദിക്കും. അന്നേരം ഹാ ഹാ എന്ന് പറയും. അതായത് അവനക്കറിയില്ല അവൻ്റെ ദീൻ എന്താണെന്ന്. ഇപ്പോൾ ദീനിൻ്റെ അടുത്ത് പോലും ഒരു ക്ലാസ് വരെ കേട്ടിട്ടുണ്ടാവില്ല, മനസ്സിലായോ? അപ്പോൾ അവനെന്ത് പറയും? ഹാ ഹാ എന്ന് പറയും. അന്നേരം വീണ്ടും മടിയും പ്രഹരയിലേക്ക്. പിന്നെ മന്നബിയുക്ക, ഈ ആളാരാണെന്ന് ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അപ്പോൾ പറയും അതും ഹാ ഹാ എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ എന്താണ്? അടിയോടടിയായിരിക്കും. അവനിക്ക് ഭയാനകമായ പ്രഹരങ്ങൾ അവിടെ ഏൽപ്പിക്കപ്പെടും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ശബ്ദം കേൾക്കും. എന്ത്? അവനെ നരകത്തിൽ നിന്നുള്ള ഒരു മെത്തയിൽ കിടത്താനും നരകത്തിൽ നിന്നുള്ള വസ്ത്രം ധരിപ്പിക്കാനും നരകത്തിൽ നിന്നൊരു കവാടം അവൻ്റെ ഖബറിലേക്ക് തുറക്കാനും വേണ്ടി. അപ്പം നരകത്തിലുള്ള ചൂടും വേവും എല്ലാം വരും. അവനിക്ക് മെത്തയും കിട്ടും, നരകത്തിൽ നിന്നുള്ള അവനിക്ക് വസ്ത്രവും കിട്ടും. പിന്നെ അവൻ്റെ ഖബർ എടുക്കപ്പെടും. ഖബർ എങ്ങനെ എടുക്കപ്പെടും? അവൻ്റെ 2 വാരിയല്ലുകളും ഇങ്ങനെ കൂടി ചേർന്നിട്ട് ഒന്നൊന്നിൻ്റെ മേലേക്ക് കയറുന്ന രീതിയിൽ അവൻ്റെ ഖബർ എടുക്കപ്പെടും. അപ്പം അങ്ങനെ ഇടുങ്ങിയിട്ട് അവനിങ്ങനെ കിടക്കുന്ന നേരം വളരെ വിരൂപിയായിട്ടുള്ള ഒരാൾ അവൻ്റെ ഖബറിലേക്ക് വരും. എന്നിട്ട് ഈ ദിവസത്തെക്കുറിച്ചുള്ള നാശം നിന്നെ അറിയിക്കാൻ വേണ്ടി വന്നാണ് ഞാനെന്ന് പറയും. അപ്പോൾ നീ ആരാന്ന് ചോദിക്കും. അന്നേരം പറയും ഞാൻ നിൻ്റെ പാപങ്ങളാണെന്ന് പറയും. ഞാൻ നിൻ്റെ പാപങ്ങളാണ്. അപ്പം ഇയാൾ പറയും അള്ളാഹുവേ ഖിയാമത്ത് നാൾ ഇനി ഒരിക്കലും വരണ്ട, ഖിയാമത്ത് നാൾ ഒരിക്കലും വരണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ കൂട്ടി കൊടുക്കും. കാരണം ഇതിലും വലുതാണ് എവിടെ വരാനുള്ളത്, നാളെ പരലോകത്ത് അവനിക്ക് കിട്ടാനുള്ളത്. അപ്പോൾ അവനിങ്ങനെ കൂട്ടി കൊടുക്കും. അപ്പോൾ ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ. ഇന്നെങ്കിലും നമ്മൾ മരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട ആളുകളാണ്. അള്ളാഹു നമ്മളെ നല്ല സൂര്യനേക്കാൾ പ്രകാശമുള്ള ആ ഒരു മുഖവുമായി വരുന്ന മലക്കുകളെ അഭിമുഖീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. أقم السلام.